അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇത് സാധാരണ സാമ്പാർ പരിപ്പാണ്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ തരിയോടുകൂടിയാണ് നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 വറ്റൽമുളകുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതായത് ഒരു വലിയ സവാളയുടെ പകുതി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നൈസായിട്ട് അരിയാൻ കഴിയുവാണെങ്കിൽ അങ്ങനെ നൈസായിട്ട് അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, നന്നായിട്ട് പേസ്റ്റ് ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇത് നമ്മൾ പരിപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് അരയ്ക്കുമ്പം നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക. ഇതിപ്പം വെളിച്ചെണ്ണയാണ്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. ഇതിപ്പോൾ എല്ലാം ചെറിയ പരിപ്പുവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ പരിപ്പുവടയാണെങ്കിൽ നമുക്ക് ആ ഉള്ളൊക്കെ, അതായത് അകം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മാവ് എടുക്കുക, കൈയിൻ്റെ ഉള്ളം കൈയിലേക്ക് അത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. അതിനുശേഷം എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, വളരെ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ എളുപ്പം കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലാണെങ്കിൽ പയ്യെ അങ്ങ് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും, അകം വേവുകയും ചെയ്യും. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അകം വേവത്തില്ല, പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും. ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പുവട എല്ലാം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, അകം വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ അങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായേൻ്റെ കൂടി ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ ആയിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക്